ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ എല്ലാവരും കാത്തിരുന്ന പ്രമോ വന്നിരിക്കുകയാണ്. നമ്മുടെ ജാസ്മിന്റെ ബാപ്പ ഇതാ കയറിയിരിക്കുന്ന ഒരു പ്രമോ ആണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോ കയറി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും, ഇന്നത്തെ ആയിരിക്കും നാളെ കാണിക്കാൻ നമുക്കറിയാലോ. അപ്പോ എന്തായാലും ഒരു പാരന്റ് എന്ന രീതിയിൽ അവര് പുറത്ത് ഒരുപാട് അനുഭവിച്ചായിരുന്നു. ഒരുപാട് ഇതേപോലെ ട്രോൾസും ഏറ്റുവാങ്ങിയ രണ്ട് രക്ഷിതാക്കളാണ്. കുറെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തതിന്റെ പേരിൽ അപ്പൊ അവർക്ക് എന്താണോ അവരുടെ മകൾ ചെയ്ത തെറ്റ്, ആ തെറ്റിനെ അവര് തിരുത്താണ് അവിടെ പോയിട്ട് ചെയ്തത്. ഇതാണ് നമ്മൾ പ്രമോല് കണ്ടത്. വളരെ നന്നായി ഏതൊരു പാരന്റ്സും ചെയ്യേണ്ട കാര്യമാണ് അവരും ചെയ്തിട്ടുള്ളത്. നമ്മുടെ ചൂളമടിച്ച് കറങ്ങി നടക്കും ചോലക്കുയിലിന് കല്യാണം എന്ന പാട്ട് വെച്ച് അവര് മോർണിംഗ് സോങ് ആയിരുന്നു. അപ്പൊ അവര് നോർമൽ ആയിട്ടുള്ള രീതിയിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു വീക്കെൻഡ് ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം. അപ്പം അങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ജാസ്മിനെ കുളിച്ച് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊക്കെ കളിക്കുകയാണ്. അപ്പൊ പെട്ടെന്നായിരുന്നു, അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം മോർണിംഗ് സോങ്ങിൽ അങ്ങനെ ഒരു എൻട്രി ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ജാസ്മിന്റെ ബാപ്പ ആൻഡ് ഉമ്മ വരികയാണ്. ഉമ്മയുടെ കയ്യിൽ വലിയൊരു ടെഡി ബിയർ ഒക്കെ ഉണ്ട്. ആൻഡ് അവിടെ വെച്ച് തന്നെയാണ് നമ്മുടെ ജാസ്മിന്റെ ബാപ്പ ഒരു മാല കൊടുക്കുന്നത്. അതിനുശേഷം റൂമിൽ പോയതിനു ശേഷമാണ് ഗബ്രയുടെ മാല ആള് ഊരി വാങ്ങുന്നതും ആ ഫോട്ടോയും എടുക്കുന്നത്. അപ്പൊ അത്താന്ന് പറഞ്ഞിട്ട് ഉമ്മേനെ നോക്കിയിട്ട് കരയുന്നൊക്കെ ഉണ്ട്. ബട്ട് അത് ഏതൊരു പാരന്റിനായാലും ചങ്കില് കൊള്ളുന്ന കുറെ കാര്യങ്ങൾ പുറത്ത് സംഭവിച്ചായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ മകളെ തിരുത്തി. വെരി ഗുഡ്. അതിൽ നമുക്ക് ഇനി പ്രത്യേകിച്ച് ആളെ ട്രോളാനൊന്നുമില്ല. നല്ലത് കണ്ടാൽ നമ്മൾ നല്ലത് പറയണം. അതുകൊണ്ട് തന്നെ ജാഫ്രിക്ക ഇപ്പൊ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ആള് ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒറ്റയ്ക്ക് കളിക്കാൻ അത്രയും കാലിബർ ഉള്ള ഒരാളാണ്. അപ്പൊ ആൾ ഒറ്റയ്ക്ക് കളിച്ചാൽ വിജയത്തിൽ വരെ എത്താം, ടൈറ്റിൽ വിന്നർ വരെ ആവാം. അപ്പൊ അങ്ങനെ കളിക്കട്ടെ. അപ്പൊ തന്റെ മോൾക്ക് അങ്ങനെ ഒരു കാലിബർ ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഒരു പാരന്റ് എന്ന രീതിയിൽ അവർ കുറെ അനുഭവിച്ചു. സോ അതിന്റെ ഒക്കെ ഒരു എഫക്റ്റ് ആണ് അവിടെ നടന്നിട്ടിരിക്കുക. ബാക്കിയൊക്കെ നമുക്ക് ഇനി നാളെയാണ് ഇനി എപ്പിസോഡിൽ കുറെ കാണാൻ പറ്റുക. ഇതൊരു ജസ്റ്റ് പ്രമോ ആണ്. എന്തായാലും നമുക്ക് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം.